Hello guys, welcome back to our channel. അപ്പോൾ ഇന്ന് നമ്മുടെ ചാലഞ്ചിന്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഫസ്റ്റത്തെ ചാലഞ്ചിന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിനു മുന്നത്തെ വീഡിയോ നിങ്ങൾ എന്തായാലും നിങ്ങൾ കണ്ടിട്ട് വേണം ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കേട്ടോ. കാരണം ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ഫസ്റ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ കാണുന്നു പറയാനുള്ള കാരണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീട്ടിലേക്ക് പോകുമ്പോൾ ആരെങ്കിലും ഈ ചാനൽ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കണും കൂടി ഉണ്ടാവും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുമെങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നമുക്ക് വേഗം ഇട്ട് പോകുന്നത് നമ്മുടെ ഫേസ് പാക്ക് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ അത് എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതുപോലെ ഇനിയുള്ള വീഡിയോസൊന്നും ഞാൻ അങ്ങനെ കാണിക്കുന്നില്ല. അപ്പം ഞാനിത് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ പോയി കേട്ടോ. അപ്പോൾ പിന്നെ ഞാനൊരു ഇന്നത്തെ ഒരു വീഡിയോയിൽ ഒരു കാര്യം പറയാൻ, ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ണിൻ്റെ താഴെയൊക്കെ അപ്ലൈ ചെയ്യണമെന്നില്ല, കാരണം സെൻസിറ്റീവ് ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അത്ര താല്പര്യമില്ലാന്ന് ഞാൻ പറയുന്നു. പക്ഷേ ഈ ഒരു പാക്ക് നമുക്ക് കണ്ണിനടിയിലും മുകളിലും എവിടെ വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതൊരു എന്താ പറയുക നല്ലൊരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ കണ്ണിൻ്റെ താഴെ ചിലപ്പോൾ ആൾക്കാർക്ക് ഒരു ഡാർക്ക്നെസ് ഉണ്ടാവും. അപ്പോൾ ആ ഭാഗവും നമ്മുടെ ഈ വശവും തമ്മിൽ എന്താ പറയുക ഒരു കളർ വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതും കൂടി ഇല്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പാക്ക് കണ്ണിൻ്റെ മുകളിലും താഴെയൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ഈ ഒരു പാക്കിൻ്റെ ഒരു പ്രത്യേക ഗുണം തന്നെയാണ്. അത് നിങ്ങൾ എന്തായാലും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ, ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്ന് അവർ എൻ്റെ അടുത്ത് 100% ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനും ഇനി മുതൽ കണ്ണിന് മുകളിലും താഴെയൊക്കെ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ എടുത്ത എമൗണ്ട് കൂടുതലായിരുന്നു. അപ്പോൾ അത്രയും വലിയൊരു എമൗണ്ട് നമ്മൾ എടുക്കണ്ട. എനിക്ക് തോന്നുന്നു ഈ ഒരു ടീസ്പൂണിൻ്റെ പകുതി മാത്രം എടുത്താൽ മതി കേട്ടോ. പിന്നെ തിക്ക് ലെയർ ഇടാൻ വേണ്ട, ചെറിയൊരു ലെയർ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫേസ് പാക്കാണ്. അപ്പം ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചായിരുന്നു അത് ലേഡീസിന് മാത്രമാണോ ജെൻസിന് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ എടുത്തു പറഞ്ഞത് കേട്ടോ. പിന്നെ ഇന്ന് ഞാൻ കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്യണ്ടേ. പിന്നെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അവരുടെ നമ്പറും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നോക്കിട്ടോ.
ഞാൻ പുകച്ചിലുണ്ടാവുന്ന ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞില്ല. അപ്പോൾ എനിക്ക് നമ്മൾ ഹണിയാണ് ആഡ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് എനിക്ക് പുകച്ചിൽ അങ്ങനെ ഉണ്ടായില്ല. ഇവിടെ ഒരു പിമ്പിൾ ഉണ്ടായിരുന്നു, അതിൻ്റെ ഞാൻ ഇന്നലെ കുത്തിപ്പൊട്ടിച്ചെണ്ണം കൊണ്ട് ആ ടൈമിൽ അപ്ലൈ ചെയ്തതിനും കൊണ്ടാണ് എനിക്ക് ചെറിയൊരു പുകച്ചിൽ ആ ഭാഗത്ത് മാത്രം ഉണ്ടായിരുന്നു, പിന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ്, അല്ലാതെ വേറെ പുകച്ചിലൊന്നും ഉണ്ടായില്ല കേട്ടോ. പിന്നെ നമുക്ക് കഴുത്തിൻ്റെ പുറകിലൊക്കെ ഡാർക്ക്നെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. നല്ല എന്താ പറയുക, ഡാർക്ക്നെസ് ഒക്കെ കുറയ്ക്കാനും അതുപോലെ തന്നെ വൈറ്റനിങ് ആവാനും ഈ ഒരു പാക്ക് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്, അവിടെയൊക്കെ അപ്ലൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം ഇനി ഞാനൊരു 15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് 15 മിനിറ്റ്സ് ആയി എൻ്റെ ഫേസിൽ വെച്ചിട്ട്. അപ്പോൾ ഞാനിത് വാഷ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വാഷ് ചെയ്യാൻ പോകുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ട് വാഷ് ചെയ്ത് കളയരുത്. ജസ്റ്റ് ഇങ്ങനെ സ്ക്രബ് ചെയ്തിട്ട് നല്ലോണം മസാജ് ചെയ്തിട്ട് ഇത് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ നമ്മുടെ ഫേസിൽ അല്ലെങ്കിൽ സ്കിന്നിലൊക്കെ ഡെഡ് സ്കിൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇതിങ്ങനെ നല്ല പരുപരുത്ത ഒരു ഇതാണ്, അതായത് ഇങ്ങനെ സ്ക്രബ് ടൈപ്പ് തന്നെയാണിത്. അപ്പോൾ നമുക്കിതിങ്ങനെ സ്ക്രബ് ചെയ്ത് കളയുമ്പോൾ ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഞാനിത് എന്തായാലും വാഷ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ടോ ഉണ്ടോ, ഇപ്പോഴും ആ ഒരു ബ്രൈറ്റ്നെസ് ഉണ്ടോ. എൻ്റെ ഈ പാടുകളാണ് പോകേണ്ടത് ഉണ്ട്. നമ്മുടെ ഏഴ് ദിവസം നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന്. അപ്പോൾ എന്തായാലും അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ട പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ അതിനകത്തുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ കാര്യം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ പേര് മാത്രമാണ് അവർ മെൻഷൻ ചെയ്തിട്ടുള്ളത്, ബാക്കിയെല്ലാം തന്നെ സീക്രട്ട് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്, അതവർ നമുക്ക് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതെന്തായാലും ആ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഇതിനെന്തായാലും ഒരു അടിപൊളി റിസൾട്ട് നമുക്ക് തരുന്നത് എന്തായാലും പ്രതീക്ഷിക്കാം. എനിക്കത് പ്രതീക്ഷയുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ചലഞ്ച് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നിങ്ങളും ഈ ചലഞ്ച് ഏറ്റെടുത്ത് നിങ്ങളും ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നമ്മുടെ Day 3 ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.